അമേരിക്കയിൽ നിന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് ആദ്യ വാർത്തയായി വസ്ലേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്കയിൽ ജന്മാവകാശ പൗരത്വം നിർത്തലാക്കുന്ന പ്രസിഡന്റ് ഉത്തരവിന് സ്റ്റേ. ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് നടപ്പിലാക്കാനുള്ള ശ്രമം താൽക്കാലികമായി തടഞ്ഞ് സിയാറ്റിലെ ഫെഡറൽ ജഡ്ജ് 14 ദിവസത്തേക്കാണ് സ്റ്റേ. നടപടിക്കെതിരെ അപ്പീൽ നൽകുമെന്ന ട്രംപ്. വിവരങ്ങളുമായി ഐസൻ ജോസ്. ഐസൻ, ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ ഉണ്ടായ 200 പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു ജന്മാവകാശ പൗരത്വം. അമേരിക്കയിൽ ജനിച്ചാൽ ഏത് രാജ്യത്തു നിന്ന് എത്തിയ മാതാപിതാക്കളാണെങ്കിലും മക്കൾക്ക് അവിടെ ജനിച്ചാൽ പൗരത്വം നൽകുമെന്ന തീരുമാനം അത് റദ്ദാക്കുന്നു ട്രംപ്. അതിനെതിരെ ഇപ്പോൾ കോടതി ഇടപെട്ടിരിക്കുന്നു. ഐസൻ. തീർച്ചയായും ഉമേഷ്, ഇക്കാര്യത്തിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ഇതൊരു ഭരണഘടനാ വിഷയമാണ് എന്നതുകൊണ്ട് തന്നെയാണ്. ഭരണഘടനയുടെ ഒരു പ്രത്യേക ഭേദഗതി പ്രകാരമാണ് ഇത്തരത്തിൽ അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ അവരുടെ മാതാപിതാക്കൾ അമേരിക്കക്കാരാണോ അല്ലയോ എന്നത് പരിഗണിക്കാതെ അമേരിക്കയുടെ മണ്ണിൽ ജനിക്കുന്ന കുട്ടികൾക്ക് അമേരിക്കൻ പൗരത്വം നൽകാനുള്ള ഒരു ഭരണഘടനാ ഭേദഗതി നിലനിന്നിരുന്നു. ആ ഭേദഗതി പ്രകാരം നിരവധി പേർ അനധികൃത കുടിയേറ്റക്കാരുടെ കുട്ടികൾ ഉൾപ്പെടെ ഈ പ്രിവിലേജ് ദുരുപയോഗം ചെയ്ത് അമേരിക്കയിൽ കഴിയുന്നുവെന്ന വലിയ ആക്ഷേപം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് വേളയിൽ ഇക്കാര്യം സംബന്ധിച്ച് ട്രംപ് നിലപാടെടുത്തതും അക്കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത്. ഫെബ്രുവരി മുതൽ ഈ പദ്ധതി നടപ്പാക്കുന്നതിന് അല്ലെങ്കിൽ നീക്കങ്ങൾ നടപ്പാക്കുന്നതിനുള്ള ഒരു ഇടപെടലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. ഈ കോടതി ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇത് കോടതി ചെറിയൊരു കാലയളവിലേക്ക് മാത്രമാണ് തടഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ തീരുമാനത്തിനെതിരെ അപ്പീൽ പോകുമെന്ന നിലപാടാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്നത്. അമേരിക്കൻ ജനതയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ചില നീക്കങ്ങൾ നടത്തുന്നതിനെ കോടതികളെ അനുവദിക്കില്ല എന്ന നിലപാട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭരണഘടനാ പ്രശ്നങ്ങൾ നിലനിൽക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് നേരത്തെ തന്നെ പല വേദികളിലും, അത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പുള്ള വേളകളിലും അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ ഒരു സാഹചര്യം വീണ്ടും കൃത്യമായി ഉറപ്പിക്കുന്ന ഒരു നിലപാടാണ് അപ്പീൽ നൽകുമെന്ന നിലപാടിലൂടെ ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അനധികൃത കുടിയേറ്റക്കാരുടെ കുട്ടികളെ ഇത്തരത്തിൽ പൗരത്വം നൽകുന്നത് തടയാനുള്ള നിയമമാണ് നടപ്പാക്കുന്നത് എങ്കിൽ കൂടി നിലവിൽ അവിടെ അധികൃതമായി കടന്നെത്തിയ അല്ലെങ്കിൽ കൃത്യമായ വിസയുടെ അടിസ്ഥാനത്തിൽ അമേരിക്കയിൽ എത്തിയവരുടെ കുട്ടികൾക്കും ഇത് ബാധകമാകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്നാണ് വിദഗ്ധരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തു തന്നെയായാലും വിഷയത്തിൽ അപ്പീൽ നൽകാനും നിലപാടിൽ നിന്ന് പുറകോട്ട് പോകാൻ തയ്യാറല്ലെന്നുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ട്രംപ്. ഒറ്റ കാര്യം കൂടി, ഈ തെരഞ്ഞെടുപ്പ് സമയത്താണെങ്കിലും പിന്നീട് അധികാരത്തിലെത്തിയപ്പോഴായാലും ട്രംപ് ആവർത്തിച്ചു പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്നത് ഈ അനധികൃത കുടിയേറ്റമൊപ്പം പ്രശ്നക്കാരായ ആളുകളെ നാട് കടത്തുമെന്നതൊക്കെ അതിൻ്റെ ഒരു നടപടി എന്ന രീതിയിലേക്കാണ് ഈ ജന്മാവകാശ പൗരത്വമൊക്കെ റദ്ദാക്കുന്ന നടപടിയിലേക്ക് കടന്നത്. അപ്പോൾ കോടതിയിൽ അപ്പീൽ പോകുമെന്ന് ട്രംപ് നിലപാട് വ്യക്തമാക്കുന്നതിലൂടെ ഇതിൽ നിന്നൊരു ശകലം പോലും പിന്നോട്ടേക്കില്ല, അത് ഏതറ്റം വരെ പോയാലും അതൊക്കെ പ്രാവർത്തികമാക്കുമെന്ന ഒരു സന്ദേശം കൂടി ട്രംപിൻ്റെ ഭാഗത്തുനിന്നുണ്ടല്ലേ? തീർച്ചയായും അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കയിൽ ഉണ്ടാക്കുന്ന വലിയ ബുദ്ധിമുട്ടുകൾ, അത് വലിയ തോതിൽ ബുദ്ധിമുട്ടുകളുണ്ട്. അത് കാരണം നമുക്കറിയാവുന്നതാണ്, ലോകത്തിലെ തന്നെ ഏറ്റവും അധികം നികുതി ചുമത്തപ്പെടുന്ന അല്ലെങ്കിൽ വ്യക്തിഗത നികുതികൾ ഒടുക്കുന്ന ഒരു വലിയ സമൂഹമാണ് അമേരിക്കയുടേത്. അത്തരത്തിൽ വലിയ നികുതി ഒടുക്കിയതിന് ശേഷം പോലും ഒരു നികുതിയും നൽകാത്ത കുടിയേറ്റക്കാർക്ക് വേണ്ടി ആ പണം ചെലവഴിക്കുന്നുവെന്ന അമർഷം സ്വാഭാവികമായും അമേരിക്കൻ പൗരന്മാർക്കിടയിൽ കാലങ്ങളായുണ്ട്. അത് ഈ അടുത്ത കാലങ്ങളിൽ മാത്രമല്ല 20-30 വർഷമായി അതിശക്തമായി നിലനിൽക്കുന്ന ഒരു വികാരമാണത്. ആ വികാരത്തെ അഭിസംബോധന ചെയ്യുന്നതിനെ കൃത്യമായി ട്രംപിന് സാധിച്ചു എന്നത് തന്നെയാണ് ഇതിലെ രാഷ്ട്രീയ നേട്ടമായി ട്രംപ് കണക്കാക്കുന്നത്. മാത്രമല്ല മറ്റൊരു പ്രധാന വിഷയം, ഇതൊരു സാമൂഹ്യ പ്രശ്നമായി വളർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. പല രീതിയിൽ അതൊരു സാമൂഹ്യ പ്രശ്നമായി വളർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം വിഷയങ്ങളെല്ലാം തന്നെ കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും അത്തരം ഒരു നീക്കം നടക്കുകയാണെങ്കിൽ കോടതികൾക്ക് അക്കാര്യം ബോധ്യപ്പെടുത്തും. അത്തരത്തിൽ ബോധ്യപ്പെട്ട വിഷയങ്ങളിൽ കോടതിക്ക് അമേരിക്കൻ ജനതയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിക്കാൻ സാധിക്കില്ല എന്ന പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലോകം മുഴുവനും ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റ വിഷയങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ട്രംപിന്റെ നിലപാടിന് കൃത്യമായ ഒരു ന്യായീകരണമുണ്ട് എന്നതും പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. എന്തു തന്നെയായാലും കോടതികളുടെ നിലപാട് ഏത് രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടാലും ഡൊണാൾഡ് ട്രംപിന്റെ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന നിയമം ശക്തമായ അനധികൃത കുടിയേറ്റ വിരുദ്ധ നിയമം തന്നെയാണ്. ആ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ, ആ ഒരു സാമൂഹ്യ പശ്ചാത്തലം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ട്രംപിന്റെ നിലപാടിനെ അമേരിക്കൻ ജനത സ്വീകരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഉമേഷ്. ഐസനാണ് വിശദമായ വിവരങ്ങൾ.